ഓപ്പൺ ഹാർട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഓപ്പൺ ഹാർട്ടിനൊരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മൾ കുറച്ച് എപ്പിസോഡുകൾക്ക് മുമ്പ് നമ്മൾ ആകാശവാണിയിലെ സുഷ്മ മാമിൻ്റെ ഒരു ഓപ്പൺ ഹാർട്ട് ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ താഴെ കുറേ കമൻറ്റുകൾ വന്നു. അതായത് റേഡിയോയിൽ കേട്ട ശബ്ദങ്ങൾ, അവരുടെ മുഖവും അവരുടെ വിശേഷങ്ങളും ഒക്കെ ഞങ്ങൾക്ക് അറിയണമെന്ന് പറഞ്ഞ് കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേരെ ആവശ്യപ്പെട്ട് കമൻറ്റുകൾ വന്നിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരു വളരെ കൗതുകകരമായ ഒരു കമൻറ്റ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, ഒരാൾ ഒന്നോ രണ്ടോ പേര് അതിനകത്ത് ചോദിച്ചിരുന്നു, ഗായത്രി എന്ന് പറയുന്ന ഗൾഫിലെ റേഡിയോ ഏഷ്യയിൽ ജോലി ചെയ്ത ആ ശബ്ദത്തിൻ്റെ ഉടമയെ ഒന്ന് ഞങ്ങൾക്ക് കാണണം, അവരുടെ വിശേഷങ്ങൾ അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കൗതുകം ഇതിനകത്ത് തോന്നിയെന്ന് പറഞ്ഞാൽ, ആ ഗായത്രി എന്ന് പറയുന്നത് എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എൻ്റെ സുഹൃത്തിനെ ആവശ്യപ്പെട്ട് എന്നോട് തന്നെ ആൾക്കാർ ചോദിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഓപ്പൺ ഹാർട്ടിൽ റേഡിയോ ഏഷ്യയിൽ ഏതാണ്ട് 20 വർഷത്തോളം ജോലി ചെയ്ത് ഗൾഫിലെ പ്രവാസികളുടെ ദിനരാത്രങ്ങളെ കാതുകളിൽ ഇമ്പമുള്ള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ അയച്ചെന്ന ഗായത്രിയാണ് ഇന്ന് എന്നോടൊപ്പം ഓപ്പൺ ഹാർട്ടിൽ ചേരുന്നത്. വെൽക്കം ടു മൈ ഷോ. നമസ്കാരം. ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒന്ന്, ഗായത്രിയെ എനിക്ക് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഇന്റർവ്യൂ ആയിരിക്കല്ലേ ഒരു പക്ഷേ. തീർച്ചയായിട്ടും നാട്ടിൽ വന്നതിന് ശേഷം ആദ്യത്തെ ഇന്റർവ്യൂ. നാട്ടിൽ വന്നിട്ട് തന്നെ 10 വർഷത്തിന് മുകളിലായി. അതായത് 20 വർഷം പ്രവാസ ലോകത്ത് റേഡിയോ ഏഷ്യ എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഒരുപാട് പ്രവാസികൾക്ക് വിശേഷങ്ങൾ പങ്കുവെച്ചും പാട്ടുകൾ കൊടുത്തുമൊക്കെ ഇരുന്നു. ഈ 20 വർഷം അവിടെ ജോലി ചെയ്തതിനു ശേഷം ഇപ്പൊ 10 വർഷമായി, ഇപ്പോഴും പ്രവാസികൾ മറന്നിട്ടില്ല. എന്തായിരിക്കും അതിന്റെ ഒരു കാരണം? അതായത് ഗൾഫിലെ റേഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഉള്ള ഒരു സങ്കല്പം, ഗൾഫിലൊരു റേഡിയോ സാധാരണ നമ്മൾ ആകാശവാണി ഒക്കെ കേട്ട് അവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്ത് ഒക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ ആ ഒരു സങ്കല്പത്തിലാണ് അവിടെ ചെന്ന് ഇറങ്ങിയത്. പക്ഷേ ഞാൻ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് വളരെ നമ്മളെയൊക്കെ നമ്മുടെ സ്വന്തം വീട്ടിലെ ഒരു അംഗത്തിനെ പോലെ ഹൃദയത്തിലേറ്റുന്ന നല്ല പ്രവാസികളുടെ ഇടയിലേക്കാണ് ഞാൻ എൻ്റെ ഈ ശബ്ദവുമായിട്ട് ചെന്നത്. അത് കേട്ടപ്പോൾ തന്നെ അവർ 2 കൈയും നീട്ടി സ്വീകരിച്ചു എന്നത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ റേഡിയോയിലുള്ളത് പോലെ അല്ല അവിടുത്തെ ഒരു അടുപ്പം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ സ്വന്തം വീട്ടിലെ എൻ്റെ ചേച്ചി എന്ന് തന്നെയായിരുന്നു എല്ലാവരും അന്നും ഇന്നും എന്നെ വിളിക്കുന്നത്. ഗായത്രി ചേച്ചി എന്ന് തന്നെ, എവിടെ പോയാലും ഗായത്രി ചേച്ചി എന്ന് തന്നെയാണ് ഞാൻ കേൾക്കുന്നത്. ആ ഒരു സ്വന്തം ചേച്ചിയെ പോലെ കാണുന്ന അത്രയും നല്ലൊരു അടുപ്പം അത് പ്രവാസികളിൽ നിന്നാണ് ലഭിച്ചത്. ഞാൻ ചിന്തിച്ചതിന്റെ അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും അപ്പുറത്തേക്ക് എന്തോ ഒരു സന്തോഷം അത് ഇന്നും ഉണ്ട്. ഇന്നും പലപ്പോഴും ഇന്നലെ കൂടി ഒരു അവിടെ വെച്ച് ഞങ്ങളുടെ റേഡിയോ ഏഷ്യ കേട്ടിരുന്ന ഒരു സുഹൃത്ത് ഇന്നലെ കൂടി എന്നെ വിളിച്ചു. നമ്പർ എനിക്ക് മനസ്സിലായില്ല, എന്നിട്ട് ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ഇന്ന ആളാണ്, കുറേ നാളായി, ഇപ്പോഴാണ് ചേച്ചിയുടെ ശബ്ദം എനിക്ക്, ചേച്ചിയുടെ ഫോൺ നമ്പർ എനിക്ക് കിട്ടിയത്, അപ്പൊ എന്തായാലും ആ ശബ്ദം ഒന്നുകൂടെ കേൾക്കണമെന്ന് തോന്നി വിളിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് അവരുടെ ഒരു സ്നേഹം. അല്ല, ഈ പ്രവാസ ലോകത്തെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയി വീടുമായിട്ടും നാടുമായിട്ടും ഒന്നും ഒരു ബന്ധമില്ലാതെ അങ്ങനെ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഗൾഫിൽ പോകുന്നത്. അതായത് 90-97കളിൽ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പോലെ ഇന്റർനെറ്റും അതുപോലെ ടെലിഫോൺ സൗകര്യങ്ങളൊന്നും അത്രയ്ക്ക് ഭയങ്കര കിട്ടുന്ന ഒരു സമയമല്ല. അപ്പൊ അവർക്ക് വന്നിട്ടില്ല തന്നെ, അതിനുശേഷമൊക്കെയാണ് കൂടുതൽ ജനകീയമായി തുടങ്ങിയത്. ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ റേഡിയോ എന്ന് പറഞ്ഞാൽ അന്ന് TV പോലും എനിക്ക് തോന്നുന്നില്ല, മലയാളം ചാനലുകൾ പോലും അവിടെ അത്ര അങ്ങനെ സജീവമായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് റേഡിയോ മാത്രമായിരുന്നു പ്രവാസികൾക്കുണ്ടായിരുന്ന ഏക ഒരു ആശ്രയം. അവര് രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് പോലും ഉറങ്ങുന്നത് വരെ റേഡിയോ അവരുടെ ചെവിയിൽ ഇങ്ങനെ കേട്ടോണ്ട്. റേഡിയോയുടെ ഒരു ഗുണം അതാണ്, നമുക്ക് എവിടെയെങ്കിലും ചെന്നിരുന്ന് കേൾക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എവിടെ എന്ത് ജോലി ചെയ്തും റേഡിയോ കേൾക്കാം എന്നുള്ളതാണ്. അന്ന് തൊട്ടുള്ള, അതായത് ഈ 97 ചെല്ലുന്നത് അല്ലേ അവിടെ റേഡിയോ ഏഷ്യയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ 97 മുതൽ ഉള്ള ഒരു 20 വർഷക്കാലത്തെ ആ ഒരു ലൈഫ്, റേഡിയോ ഏഷ്യ ലൈഫ്, എനിക്ക് വളരെ കുറഞ്ഞ വാക്കുകൾ, എനിക്കറിയാം ഇത് ഒരുപാട് പറയേണ്ടി വരും. റേഡിയോ ഏഷ്യ എന്ന് പറയുന്നത്, ഞാൻ ശരിക്കും എന്റെ റേഡിയോ ആയിട്ടുള്ള ഒരു ബന്ധം തുടങ്ങുന്നത് ജനിച്ച നാൾ മുതൽ തന്നെയാണ്. ജനിച്ച നാൾ മുതൽ ഞാൻ റേഡിയോ കേൾക്കുകയും റേഡിയോ സ്റ്റേഷൻ ആകാശവാണി പോവുകയും ഒക്കെ ചെയ്യണം. കാരണം എന്റെ അച്ഛനാണ്. അതെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിലേക്ക് വരുന്നുണ്ടായിരുന്നു. അച്ഛൻ എന്ന് പറയുന്ന ആ ഒരു ഹീറോ പലപ്പോഴും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ എന്ന് പറയുന്ന ഒരു ഹീറോയെ കുറിച്ച്. നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങുന്നതായിരിക്കും നല്ലതല്ലേ അത്? അതോട്ട് തുടങ്ങേണ്ടി വരും. അതെ, അച്ഛൻ എന്ന് പറയുന്നത് നിസ്സാര പുള്ളിയല്ല, സിനിമാ നടനാണ്. പിന്നെ അതുപോലെ റേഡിയോ അമ്മാവനായിരുന്നു അല്ലെ, റേഡിയോ ആകാശവാണിയിലെ. ബാലലോക അമ്മാവൻ. അപ്പൊ അവിടെ നമുക്ക് തുടങ്ങാം.
അച്ഛൻ റേഡിയോയിൽ പ്രോഗ്രാം അനൗൺസർ ആയിരുന്നു, ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ. സോമശേഖരൻ നായർ എന്നാണ് പേര്. അപ്പം ഞാൻ ജനിക്കുമ്പോൾ തന്നെ അച്ഛൻ അവിടെ ആണ്. അപ്പം ഞങ്ങളൊക്കെ അന്ന് റേഡിയോ കേട്ടാണ് രാവിലെ ഉണരുന്നതും രാത്രി ഉറങ്ങുന്നത് വരെയും റേഡിയോ. അന്ന് ടി വി, നേരത്തെ പറഞ്ഞ പോലെ ടി വി ഒന്നും അത്ര. അപ്പോൾ എനിക്ക് റേഡിയോ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു എനിക്കൊരു വികാരമായിരുന്നു ശരിക്കും. എനിക്ക് ജനിക്കുന്നത് മുതൽ ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതായതുകൊണ്ടും എൻ്റെ അച്ഛൻ്റെ ശബ്ദം റേഡിയോയിൽ കേൾക്കാൻ വളരെ കൊതിയോടെ ചെന്ന് നിൽക്കുന്നതും, ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ അച്ഛൻ, വല്ലപ്പോഴേ ഉള്ളൂ, ഞങ്ങളുടെ പേര് പറയും, അത് കേൾക്കാൻ കാത്തിരിക്കുന്നതും ഒക്കെ ഞാനിങ്ങനെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ വളരെ സുന്ദരമായ ഒരു അനുഭവമായിട്ട് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ കാലം, അച്ഛനുള്ളപ്പോൾ തന്നെ ഞാൻ ആകാശവാണി പോവുകയും അച്ഛൻ്റെ കൂടെ ഡ്യൂട്ടി, വീട്ടിൽ വേറെ ആരും അത് ചെയ്യില്ല, പക്ഷെ ഞാൻ നിർബന്ധം പിടിച്ച് കരഞ്ഞ്, അച്ഛൻ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ പോയി അവിടെ ഡ്യൂട്ടി റൂമിൽ കിടന്ന് ഉറങ്ങി, അങ്ങനെയൊക്കെയാണ് ഞാൻ റേഡിയോ ആയിട്ട്. അപ്പോൾ എനിക്കതൊരു എൻ്റെ മറ്റൊരു വീട്, കുടുംബ വീട് പോലെ ഞാൻ കരുതുന്ന ആകാശവാണിയാണ്. അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ, അവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ വ്യത്യാസമാണ്. ആകാശവാണിക്ക് അകത്ത് കയറുമ്പോൾ ഒരു മണം, അതിപ്പോഴും ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആ ഒരു മണം ഉണ്ടല്ലോ, വേറെ ഒരിടത്ത് പോയാലും നമുക്ക് കിട്ടില്ല. അതിനകത്ത് ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ ആരൊക്കെയോ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു, അവരുടെ ഇടയിൽ കൂടെ ഞാൻ പോകുന്നു എന്നൊക്കെ ഒരു അനുഭവമാണ് ആകാശവാണി ഉണ്ടാകുന്നത്. ആകാശവാണി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊരു സീരിയസ് ആണ്, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വളരെ സ്റ്റുഡിയോക്കകത്തുനിന്ന് ഒരു ശബ്ദം പോലും പാടില്ല, അകത്തേക്ക് ഒരു സാധനം കൊണ്ടുപോകാൻ പാടില്ല, ചെരുപ്പ് വെളിയിൽ ഊരിയിട്ടിട്ട് വേണം പോകാൻ, അകത്ത് കയറാൻ. അങ്ങനെയൊക്കെ ഉള്ളൊരു അന്തരീക്ഷത്തിൽ നിന്നാണ് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത്. അത് 97-ലായിരുന്നു. ഗൾഫിൽ ചെന്നപ്പോഴും ഞാൻ വിചാരിച്ചു റേഡിയോ അല്ലേ, എനിക്ക് ആകാശവാണി എക്സ്പീരിയൻസേ ഉള്ളൂ, അപ്പോൾ ആകാശവാണി തന്നെയാണ് എന്നൊരു ഇതിലാണ് ഞാൻ അവിടെ ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഈ ആകാശവാണി ഒരു കുടുംബ വീടെന്ന പോലെ ഞാൻ ചെന്നത് മറ്റൊരു കുടുംബത്തിലേക്കായിരുന്നു എന്നത്. പക്ഷേ വ്യത്യസ്തമായ ചിന്താഗതിയുള്ള, ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ, എന്നാൽ ആകാശവാണിയുടെ ആ അക്ഷരസ്ഫുടതയും ആ മലയാളത്തിൻ്റെ തനിമയും ഒക്കെ അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു റേഡിയോയിലേക്കാണ് ഞാൻ ചെന്ന് കയറുന്നത്. അവിടെ എനിക്ക് 1-2 സുഹൃത്തുക്കൾ, വേറെ ആരും പരിചയക്കാരും ഇല്ലായിരുന്നു. കാരണം ഞാൻ തിരുവനന്തപുരത്ത് ഒരു നാടൻ ജീവിതമൊക്കെ ജീവിച്ചിരിക്കുന്ന പെട്ടെന്ന് ഗൾഫിലേക്ക് പോകുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എന്നെക്കാട്ടിലും പേടി എൻ്റെ വീട്ടുകാർക്കായിരുന്നു. പക്ഷേ എനിക്കെന്തോ അപ്പോൾ ഒരു ധൈര്യം ഉണ്ടായി, അങ്ങനെ പോയതാണ് ഗൾഫിൽ. അവിടെ എനിക്കൊരു പരിചയക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രോഗ്രാം ഡയറക്ടർ വെട്ടൂർജി ശ്രീധരനായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ച് ഒക്കെ. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ആകാശവാണിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓഡിഷൻ കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നമ്മളെ എടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയായിരുന്നു. എൻ്റെ ശബ്ദം മാത്രം കേട്ടിട്ട് അവർ പറഞ്ഞു ഇത് ഓക്കെയാണ്, വിസ അപ്പം തന്നെ വന്നു. അങ്ങനെ ഞാൻ പോയതാണ്. അപ്പോൾ എനിക്ക് വെട്ടൂർജി ശ്രീധരൻ എന്നുള്ള അറിയാം. പിന്നെ ആകാശവാണിയിൽ എൻ്റെ കൂടെ കുറച്ച് നാളുണ്ടായിരുന്നു നിസാർ സെയ്ദ്. അദ്ദേഹം ഇപ്പോൾ അവിടെ വലിയൊരു ബിസിനസ് അമരക്കാരനാണ്. അപ്പം നിസാറാണ് എന്നെ അങ്ങോട്ടേക്ക് റെക്കമെൻഡ് ചെയ്തു, എൻ്റെ ശബ്ദം അവിടെ കേൾപ്പിച്ചതൊക്കെ. അങ്ങനെ നിസാറിനെ മാത്രമേ എനിക്ക് അറിയാവൂ, നേരിട്ട് പരിചയമുള്ളൂ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ പക്ഷേ എനിക്ക് ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായില്ല. വളരെ കുടുംബത്തിൽ ഒരു കൊച്ചനുജത്തിയെ സ്വീകരിക്കുന്നത് പോലെ അവരെന്നെ സ്വീകരിച്ചു. അവിടെ ആൽബർട്ട് അലക്സ്, ഞാൻ ചെല്ലുന്ന സമയത്തുണ്ടായിരുന്നവരാണ്. ആൽബർട്ട് അലക്സ്, പിന്നെ ജയലക്ഷ്മി, ആശ ശരത്, പിന്നെ അതുപോലെ തന്നെ വെട്ടൂർജി ശ്രീധരൻ, അങ്ങനെ ഒരുപാട് പേര്, ഒരുപാട് പ്രഗത്ഭർ ഉള്ള ഒരു റേഡിയോ ഏഷ്യ ഒരു പുതിയൊരു ഇതിൽ തുടങ്ങിയ ഒരു, അതായത് ആദ്യം റാസൽ ഖൈമ റേഡിയോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡോൾഫിൻ ഗ്രൂപ്പ് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേര് റേഡിയോ ഏഷ്യ എന്നായി. അപ്പോൾ അതിനുശേഷമുള്ള അപ്പോയിൻമെൻറ്റിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വളരെ നല്ലൊരു, ഞാനിവിടെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നു, എനിക്കൊരു സ്ക്രിപ്റ്റ് തരും, ഞാനത് വായിക്കുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെ അങ്ങനെയൊന്നും അല്ല. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാം. ന്യൂസ് എന്നുള്ളത് എനിക്ക് വളരെ പേടിയുള്ളൊരു വിഭാഗമായിരുന്നു. അപ്പോൾ ഞാനിവിടെ ന്യൂസിൻ്റെ ഓഡിഷൻ കൊടുക്കാനിരുന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഈ ജോലി കിട്ടിയത്. ഡ്രാമയുടെ ഓഡിഷൻ കഴിഞ്ഞ് പാസ്സായതിനു ശേഷമാണ് ആകാശവാണിയിൽ നിന്ന് ഞാൻ ഡ്രാമ ഓഡിഷൻ പാസ്സായി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ഗൾഫിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അതൊന്നും എനിക്ക് പേടിയില്ല. പക്ഷെ ന്യൂസ് എനിക്ക് വളരെ പേടിയുള്ളൊരു വിഷയമായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആദ്യം എനിക്ക് ചെയ്യേണ്ടി വന്നത് ന്യൂസ് വായിക്കുക എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കായിരുന്നു നമ്മൾ ചെയ്യാത്തൊരു മേഖലയാണ്, പേടിച്ച് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അവിടുത്തെ ഞങ്ങളുടെ ഓഫീസ് ഹെഡ് CEO അദ്ദേഹം ബ്രിജ് ഭല്ല, അദ്ദേഹം പോലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതുണ്ട്. അദ്ദേഹം മലയാളിയല്ല, പഞ്ചാബി, അവരുടേതാണ് ഈ റേഡിയോ. അപ്പോൾ അദ്ദേഹം തന്നൊരു സപ്പോർട്ട്, അദ്ദേഹം പോലും നമുക്ക് തന്നൊരു സപ്പോർട്ട്
ന്യൂസ് വായിക്കുക. ഞാൻ ആദ്യം ന്യൂസ് റെക്കോർഡ് ചെയ്താണ് വായിച്ചത്, കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല ന്യൂസ് വായിച്ചത്, ലൈവ് വായിച്ച എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ എൻ്റെ നിർബന്ധം കൊണ്ട് അവർ പറഞ്ഞു ശരി ആദ്യത്തെ നമുക്ക് റെക്കോർഡ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന്. കാരണം അന്ന് അവിടെ ന്യൂസ് വായിച്ചുകൊണ്ടിരുന്നത് നിസാർ സെയ്ദായിരുന്നു. നിസാർ സെയ്ദിന് പെട്ടെന്ന് നാട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോൾ ഒരാഴ്ച മുമ്പ് തന്നെ എന്നെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി എന്നോട് നിസാർ എല്ലാം എനിക്ക് പറഞ്ഞു തന്നു. വെട്ടൂർജിയുടെ മുഴുവൻ സപ്പോർട്ട്, എല്ലാവരും അവിടെ, ജയ, ആശ, എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ട്. നേരത്തെ അവിടെയുണ്ട്. അവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക്. ഒന്നും പേടിക്കാനില്ല, ഗായത്രിക്ക് ന്യൂസ് വായിക്കാൻ പറ്റും, ഗായത്രിയുടെ ശബ്ദം അതിന് യോജിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രോഗ്രാം ചെയ്യാൻ പോയ ഞാൻ അവിടെ ഒരു ന്യൂസ് റീഡർ ആവുകയാണ്. എനിക്ക് മുമ്പിൽ ഇവരെല്ലാവരും ന്യൂസ് വായിക്കുമ്പോൾ വന്ന് റെക്കോർഡഡ് ആയിരുന്നു ആദ്യം. അത് റെക്കോർഡ് ചെയ്ത് കേട്ട് കഴിഞ്ഞപ്പോൾ അത് എയർ ചെയ്ത് കേട്ടപ്പോൾ അന്ന് ഞാൻ ചെല്ലുന്ന സമയത്ത് റേഡിയോ ഏഷ്യയ്ക്ക് ഒരു 2 മണിക്കൂറേ ട്രാൻസ്മിഷൻ ഉള്ളൂ, ബ്രോഡ്കാസ്റ്റിംഗ് ആ സമയത്താണ്. കാരണം ആ സമയത്ത് റാസൽ ഖൈമയിലെ 1152 എന്ന ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസിയിൽ ഈ സമയത്താണ് നമ്മുടെ പൊയ്ക്കൊണ്ടിരുന്നത്. ഹിന്ദി കഴിഞ്ഞിട്ട് മലയാളം അതായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു 3 മണിക്കൊരു ഹെഡ്ലൈനും 3:45 വളരെ വിശദമായ വാർത്താ ബുള്ളറ്റിനും അതായിരുന്നു. അപ്പോൾ 3:45 വാർത്തയ്ക്ക് ഒരു 10 മിനിറ്റ് മുമ്പ് ഇത് റെക്കോർഡ് ചെയ്തു അത് എയർ ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും കേട്ട് കഴിഞ്ഞു. പറഞ്ഞു ഗായത്രിക്ക്, ഞങ്ങളുടെ ബ്രിജ്മല്ല തന്നെ എന്നോടൊന്ന് പറഞ്ഞു, ഗായത്രി നന്നായി വായിച്ചു, ഗായത്രിക്ക് ലൈവ് വായിക്കാൻ പറ്റും, ഇതിന് തെളിഞ്ഞു, അതുകൊണ്ട് നാളെ മുതൽ ലൈവ് വായിച്ചാൽ മതി. എനിക്ക് ഇത്രയും പേടിയുള്ള ഒരു കാര്യമില്ല. കാരണം അന്ന് അവിടെ ഗൾഫിൽ റേഡിയോ ഏഷ്യ എന്ന് പറയുന്നത് ആകെ ഒരേ ഒരു റേഡിയോ, ഗൾഫിലെ ആദ്യത്തെ മലയാളം റേഡിയോ എന്ന് തന്നെ പറയാം. അതിനുശേഷമാണ് ഉമൽകോയിൻ റേഡിയോ ഒക്കെ വന്നതെങ്കിലും ആദ്യത്തെ മലയാളം റേഡിയോ ഏഷ്യ. 2 മണിക്കൂർ ഒരു ദിവസം. അപ്പൊ അതുപോലെ തന്നെ അന്ന് സംവിധാനം എന്ന് പറയുന്നത് നമ്മൾ ദുബായിലാണ് സ്റ്റുഡിയോ. അവിടെ ഇരുന്ന് ഞങ്ങൾ ഫോണിലാണ് ന്യൂസ് വായിക്കുന്നത്. അത് അവിടേക്ക് റാസൽ ഖൈമ സ്റ്റുഡിയോയിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് ഈ റേഡിയോയിലേക്ക് വരുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഫോൺ കൈ പിടിച്ച് സ്ക്രിപ്റ്റ് മാറ്റി ഒക്കെയാണ്, ലാൻഡ് ഫോൺ കയ്യിൽ പിടിച്ചാണ് നമ്മൾ വായിച്ചിരുന്നത്. പിന്നെ ഇപ്പൊ അതൊക്കെ മാറി, പണ്ടങ്ങനെ ആയിരുന്നു. ആ ഒരു എക്സ്പീരിയൻസും അത് കഴിഞ്ഞ് ആദ്യം എനിക്ക് ന്യൂസ് വായിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് പിന്നെ പ്രോഗ്രാം, നാടകം എല്ലാം അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു റേഡിയോയിൽ ഒരു കലാകാരിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എന്തൊക്കെ അവരുടെ കഴിവുകൾ ഉണർത്താൻ പറ്റുമോ, അത് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ, അതിനൊക്കെ ഉള്ള അവസരമായിരുന്നു റേഡിയോ ഏഷ്യ എനിക്ക് തന്നത്. അതുകൊണ്ട് തന്നെ ഏത് മേഖലയിൽ കൊണ്ടിട്ടാലും അവിടെയൊക്കെയുള്ള എക്സ്പീരിയൻസ് എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ അവിടെ തുടങ്ങി. പിന്നെ അങ്ങോട്ടേക്ക് റേഡിയോ ഏഷ്യയുടെ എന്താണ്, എനിക്ക് അതിപ്പോഴും പറയുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു വികാരമാണ് റേഡിയോ ഏഷ്യ എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു ആൾക്കാരുടെ പെരുമാറ്റം, ഞങ്ങളുടെ ഒരു ഒത്തൊരുമ, അതൊരൊറ്റ റേഡിയോയിലും എനിക്കിതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല റേഡിയോ ഏഷ്യ അല്ലാതെ. കാരണം ആ ഒരു ഒത്തൊരുമയാണ് നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത്. റേഡിയോ ഏഷ്യ ഇന്നും ആൾക്കാർ മനസ്സിലേറ്റുന്നത് നമ്മുടെ മനസ്സിൽ ആ ഒരു സന്തോഷമാണ്. നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ്, ഒരുമിച്ച് എല്ലാ കാര്യം ചെയ്യും. എന്തിപ്പോൾ ദേഷ്യം ഉണ്ടെങ്കിലും അത് അപ്പം പറഞ്ഞ് തീർത്തിട്ട് പിന്നെ നമ്മൾ തോളിൽ കൈയിട്ട് നടക്കുകയാണ്. അവിടെ ഒരു വിദ്വേഷമില്ല, ഒരു അസൂയയില്ല, ഈഗോ ഇല്ല, ഒന്നുമില്ലാത്ത ഒരു നല്ല അറ്റ്മോസ്ഫിയർ. അവിടെ ഞങ്ങൾ കുറച്ച് പേർ അങ്ങനെ വർക്ക് ചെയ്തു. അത് ഇനി മരിച്ചാലും എൻ്റെ മനസ്സിലുണ്ടാകുന്ന സുവർണമായ ഓർമ്മകൾ തന്നെയായിരിക്കും അത്. ഓക്കെ, അത് റേഡിയോ ഏഷ്യ എന്ന് പറയുന്ന നിങ്ങളുടെ സ്ഥാപനത്തിന്റെ. പക്ഷെ അതിനേക്കാളൊക്കെ വലിയ വിശാലമാണ് ആരാധകരെന്ന് പറയുന്നത്. ആരാധകരെ എന്ന് നമ്മൾ ഒരു പക്ഷെ നിസ്സാരമായിട്ട് അതിനെ പറഞ്ഞ് കളയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ നാട്ടിലെ പോലല്ല, ഗൾഫിലൊക്കെ എന്ന് പറഞ്ഞാൽ ആകെ അന്ന് ഈ പറഞ്ഞ പോലെ ഒരു റേഡിയോ മാത്രമേ ഉള്ളൂ. പിന്നീടാണ് അവിടെ അതും AM സ്റ്റേഷനാണ്, പിന്നീടാണ് അവിടെ FM സ്റ്റേഷനുകളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. പക്ഷെ ഈ ഒരൊറ്റ റേഡിയോ എന്ന് പറയുമ്പോൾ നമ്മളെ കേൾക്കുന്ന എത്രയോ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ. എനിക്കൊന്ന് UAE മാത്രമല്ലല്ലേ, ബാക്കി ഗൾഫിൽ മുഴുവൻ, ഒരുവിധം ഗൾഫിലെല്ലാം കേട്ടിട്ടുള്ള ശബ്ദമാണ് ഈ നിങ്ങളുടെ റേഡിയോ ഏഷ്യയുടെ ശബ്ദം എന്ന് പറയുന്നത്. ആ പ്രവാസികൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഉള്ള ആ ആൾക്കാർ ഗൾഫിൽ വന്ന് അത്രത്തോളം ആൾക്കാർ അവിടെ ഉണ്ട്. ഇവരെല്ലാം കേൾക്കുന്ന ഒരു ശബ്ദമാണിത് അല്ലേ? ഈ ഗായത്രി എന്ന് പറയുന്ന ശബ്ദം, അല്ലെങ്കിൽ നിങ്ങളുടെ റേഡിയോയിൽ ഉണ്ടായിരുന്ന പലരുടെയും ശബ്ദം, അതിൽ സ്പെഷ്യലി ഗായത്രി, ഇത് ചോദിച്ചുകൊണ്ടാണ് ആൾക്കാർ നമ്മുടെ അടുത്ത് കമന്റ് ചെയ്ത് ചോദിച്ചത് കൊണ്ടാണ് ഗായത്രിയിലേക്ക് നമ്മൾ എത്തിയത്. അപ്പൊ ഈ ശബ്ദത്തെ എപ്പോഴെങ്കിലുമൊക്കെ ആൾക്കാർ അവിടെ വെച്ച് എത്ര പ്രാവശ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്? തീർച്ചയായിട്ടും നിരവധി പ്രാവശ്യം. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഒരു ടാക്സിയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വഴി പറഞ്ഞു കൊടുക്കണം. സ്വാഭാവികമായിട്ടും മിക്കവാറും അവിടെ മലയാളികളാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സാധാരണ പറയുമല്ലോ, ഗൾഫിൽ ചെന്നാൽ നമ്മൾ കേരളത്തിൽ പാളയത്തൂടി നടന്നു പോകുന്ന പോലെ, ഈസ്പോർട്ടിലൂടെ നടന്നു പോകുന്ന പോലെയാണ് എവിടെ പോയാലും ഒരു മലയാളി അവിടെ ഉണ്ടാകും. അപ്പം ടാക്സിയിൽ കയറി കഴിയുമ്പോൾ വഴി പറഞ്ഞു കൊടുക്കണം നമുക്ക്. അത് 1-2 പ്രാവശ്യം കഴിയും. 3-ാമത്തെ പ്രാവശ്യം പറയുമ്പോഴത്തേക്കും റേഡിയോ വെച്ചിരിക്കുന്ന റേഡിയോ ഷോ തന്നെ ആയിരിക്കും. പുള്ളി ഇങ്ങോട്ട് ചോദിക്കും,
ഞാൻ എവിടെയോ ഈ ശബ്ദം കേട്ടിട്ടുണ്ടല്ലോ, എന്താണ് പേരെന്താണെന്ന് ചോദിച്ചു. ഗായത്രി എന്നൊരു പേര് പറഞ്ഞാൽ മതി. പിന്നെ പുള്ളിക്ക് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ. പുള്ളി ശരിക്കും ഞാൻ ഈ ഒരു ശ്രോതാവ് എന്നെ തിരിച്ചറിയുമ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്തോഷം നേരിട്ട് നിരവധി തവണ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ കരുതും എൻ്റെ ശബ്ദം ഇത്ര പെട്ടെന്ന് തിരിച്ചറിയാനും ഇത്രത്തോളം സ്നേഹിക്കാനും ആൾക്കാരുണ്ടോ എന്ന് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ ശബ്ദം എങ്ങനെയാണ് വേറൊരാളുടെ മനസ്സിലേക്ക് എത്തുക. എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്ന ഒരു രീതിയാണ് ഞാൻ ഇപ്പോഴും അനൗൺസ്മെൻറ്റിൽ ഇപ്പോഴും എൻ്റെ ഒരു മാർഗദർശനം എന്ന് പറയുന്നത്. അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ എന്ത് പറഞ്ഞാലും, ഇപ്പോൾ ആകാശവാണി എന്ന് പറഞ്ഞാലും നമസ്കാരം എന്ന് പറഞ്ഞാലും അത് എത്തേണ്ടത് കേൾക്കുന്ന ആളുടെ ചെവിയിലല്ല, ഹൃദയത്തിലാണ്. ഹൃദയത്തിലാണ് പതിപ്പിക്കേണ്ടത്. അപ്പോൾ ആ ഒരു സ്നേഹം നിന്റെ ശബ്ദത്തിലുണ്ടാകണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അക്ഷരസ്ഫുടത, അത് അച്ഛന് വളരെ നിർബന്ധമായിരുന്നു. അക്ഷരസ്ഫുടത വേണം, പറയുന്നത് വ്യക്തമായിരിക്കണം. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞങ്ങ് പോവുകയല്ല, നല്ല വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം, എന്നാലേ അത് ഹൃദയത്തിൽ പതിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഈ സ്നേഹവും കൂടി ഉണ്ടാവണം. അപ്പോൾ ഞാൻ ശരിക്കും അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ മൈക്കിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ വേറൊരാളായി മാറുകയാണ് ചെയ്യുന്നത്. വേറൊരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പുറത്തുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഞാൻ ഗായത്രി സാധാരണ പോലെ ആയിരിക്കും. പക്ഷെ മൈക്കിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്നിൽ എന്തോ ഒരു ശക്തി ഉണ്ടാവുന്നു. ഞാൻ പറയുന്നതിന് ഞാൻ പറഞ്ഞത് ഞാൻ കേട്ടു നോക്കിയിട്ടുമുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണോ പറഞ്ഞത്, എങ്ങനെയാണോ പറയുന്നതെന്ന് ഞാൻ പലപ്പോഴും എനിക്കും അതിശയം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന ശബ്ദം ഒരാൾ കേൾക്കുമ്പോൾ അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചി എന്നോട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്, അങ്ങനെയാണ് ഞാൻ പറയുന്നതെന്നാണ്. പക്ഷെ ഞാൻ ഒരിക്കലും കരുതിക്കൂട്ടിയല്ല, എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞതെന്ന് അങ്ങനെയാണ്. ഒരാളോട് പറഞ്ഞാൽ അയാളുടെ ഹൃദയത്തിൽ അത് എപ്പോഴും ഉണ്ടാകുന്ന രീതിയിൽ പറയണം. ഞാൻ അങ്ങനെയാണ് പറയാറ്. ഒരിക്കലും ഞാൻ എൻ്റെ നാക്കുകൊണ്ട് സംസാരിക്കുന്നത്, ഞാൻ എൻ്റെ ഹൃദയം കൊണ്ടാണ് സംസാരിക്കുന്നത്. അത് മൈക്കിന് മുമ്പായാലും ശരി, എങ്ങനെയായിരുന്നല്ലോ അങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്നത്. മൈക്കിന് മുമ്പിൽ ഇരിക്കുമ്പോൾ കുറച്ചുകൂടി സ്നേഹം കൂടുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് അതിനോട് വല്ലാത്ത ഇഷ്ടമാണ്. ആ ഒരു പ്രക്ഷേപണ ഒരു രീതിയോട് എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഹൃദയം കൊണ്ട് അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞ സന്ദർഭങ്ങളുണ്ട്. എൻ്റെ ശബ്ദം കൊണ്ട് പെട്ടെന്ന് ഗായത്രി എന്ന് കേൾക്കുമ്പോൾ ചാടി തിരിഞ്ഞു നോക്കുക. അത് അവിടെ മാത്രമല്ല, ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഗൾഫിൽ തിരിച്ചു വന്ന് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം മറ്റൊരു റേഡിയോയിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരെനിക്ക് മാംഗോ ക്യാബ് സെയിൽ ഏർപ്പാടാക്കിയിരുന്നു. ഞാൻ അതിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഡ്രൈവർ എന്നോട് എനിക്ക് ചോദിച്ചു, ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്, എനിക്ക് നല്ല പരിചയം തോന്നുന്നു ഈ ശബ്ദം, എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിത് റേഡിയോയിലാണ്. നമ്മുടെ ഗൾഫിൽ റേഡിയോ ഒക്കെ ഉണ്ട്, പിന്നെ അവിടെ ഇവിടെ ഞാൻ ഗൾഫിലുണ്ടായിരുന്നു, എവിടെ അത് റേഡിയോയിലെ ഗായത്രിയാണോ എന്ന് പുള്ളി ചോദിച്ചതും പുള്ളിക്ക് പിന്നെ ഞാൻ പറഞ്ഞ അതേ റേഡിയോയിലെ ഗായത്രിയാണ്. അയ്യോ ഇതാണോ ഗായത്രി, ഞാൻ എത്ര കാലമായി കാത്തിരിക്കുന്നു ഈ ഒന്ന് കാണാൻ. ശബ്ദം ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് ഇവിടെ പോലും ഉണ്ട് ആ ശബ്ദം തിരിച്ചറിയാം. കാരണം ഗൾഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നേരത്തെ സന്ദീപ് പറഞ്ഞ പോലെ തന്നെ എല്ലാം ഉപേക്ഷിച്ച് വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ടതിനെല്ലാം ത്യജിച്ച് കുടുംബത്തിന് വേണ്ടി അവിടെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പോലും ത്യജിച്ചിട്ടാണ് അവർ അവിടെ വന്ന് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് റേഡിയോ എന്ന് പറയുന്നത് ശരിക്കും വളരെ വലിയൊരു ആശ്വാസം, ശരിക്കും പറഞ്ഞ ഒരു കുളിർമഴ പോലെയാണ്. അപ്പോൾ ആ ഒരു റേഡിയോ കേൾക്കുമ്പോൾ അതിലൂടെ വരുന്നൊരു ശബ്ദവും അവരുടെ ഒരു സാന്ത്വനവും ഇപ്പോൾ റേഡിയോയിൽ വിളിക്കുന്നവർ തന്നെയും നമ്മളോട് പല വിഷമങ്ങളും പറഞ്ഞിട്ടുണ്ട്, പല കോളേഴ്സും വന്ന് നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നൊരു മറുപടി നമ്മൾ വിചാരിക്കും നമ്മളൊരു മറുപടി കൊടുത്തു ശരി, പക്ഷെ അവരങ്ങനെയല്ല എടുക്കുന്നത്. അവർക്കതൊരു വലിയ വിലപ്പെട്ട ഒരു നിധി പോലെ അവരത് സൂക്ഷിക്കുമായിരുന്നു. അതാണ് അവരുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. വളരെ നിഷ്കളങ്കമായ, എന്നാൽ എല്ലാം എന്തിനും തയ്യാറായി നിൽക്കാൻ, എവിടെ വെച്ച് കേട്ടാലും ഈ ശബ്ദം തിരിച്ചറിയുന്ന, അവരുടെ മനസ്സിലങ്ങ് പതിഞ്ഞ് അങ്ങ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവര് നെഞ്ചേറ്റി വെച്ചിരിക്കുകയായിരുന്നു. അതെ, അവരവിടെ അങ്ങ് അത് പതിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എത്ര വർഷം കഴിഞ്ഞ് കേട്ടാലും അവർക്ക് ആ ഒരു സ്നേഹം തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളത് അത് ഗൾഫിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു പ്രത്യേകത. അല്ല, ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സംഭാഷണത്തിൽ ഇവിടെ ഇരിക്കുന്നത്. കാരണം ഇത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അവര് നേരത്തെ പറഞ്ഞ പോലെ നെഞ്ചേറ്റിയ ആ ഒരു വ്യക്തിത്വം. അപ്പൊ ഇത് ചോദിക്കുക എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഇങ്ങനെ ആളെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് പോലും ഒരു പക്ഷേ ഭാഗ്യമായിരിക്കും. കാരണം എല്ലാവർക്കും കിട്ടുന്ന സൗഭാഗ്യം ഒന്നുമല്ലല്ലോ അത്. അവിടുത്തെ ഈ
പൊതുപരിപാടികളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കാറുണ്ടല്ലോ, അതായത് നിങ്ങളെ ഗസ്റ്റ് ആയിട്ട് വിളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അനൗൺസ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങളെ വിളിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ. അതെ. അങ്ങനെയൊക്കെ ചെല്ലുമ്പോഴുള്ള ആ ഒരു അനുഭവം അങ്ങനെയൊക്കെയാണ്. അതായത് സ്റ്റേജ് ഷോകൾക്ക് നമ്മളെ ക്ഷണിക്കും, ഞങ്ങൾ പോകാറുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് ആ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സമയത്ത് റേഡിയോ ഏഷ്യയ്ക്ക് ഇന്ത്യൻ പവലിയനകത്ത് തന്നെ എല്ലാ വർഷവും സ്റ്റോൾ ഉണ്ടാകും. അപ്പം വൈകുന്നേരം ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഞങ്ങളുടെ 2 പേരെ അതിനു വേണ്ടി നിയോഗിക്കും. അവിടെ പോയി പ്രോഗ്രാം ചെയ്യണം, ശ്രോതാക്കളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യണം, അവർക്ക് പരിപാടികളൊക്കെ അവതരിപ്പിക്കണം. അങ്ങനെ റോഡ് ഷോ ഉണ്ടാവും. അല്ലാതെ ചില ക്ലയൻസ് ചില പ്രോഡക്ട്സിൻ്റെ പ്രൊമോഷന് വേണ്ടി ഞങ്ങളെ വിളിക്കാറുണ്ട്. അത് ജ്വല്ലറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പ് ഓപ്പണിങ്ങിനോ ഒക്കെ ഞങ്ങളുടെ ഇതിൽ വിളിക്കാറുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ തന്നെ എടുക്കാം. ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് ഇന്ത്യൻ പവലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഷോപ്പുകൾ ഒക്കെ ഉണ്ട്. അതിനിടയിലാണ് റേഡിയോ ഷോയുടെ ഈ സ്റ്റോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെയുള്ള കടക്കാരൊക്കെ പറയാം, ഇനി നമുക്ക് പോവാം, കാരണം ഇനി ഇവിടെ ഒരാൾ വരില്ല, എല്ലാവരും ഇതിന് മുമ്പിലായിരിക്കും, നമ്മളിവിടെ നിൽക്കാതിരിക്കണേടെ നല്ലത്. ശരിക്കും അതാണ് അവിടെ നടക്കുന്നത്. കാരണം ഒരു പ്രാവശ്യം നമ്മുടെ ഈ സ്റ്റോള് ആൾക്കാരുടെ തിരക്ക് മൂലം തകർന്നു വീണിട്ടുണ്ട്. ഇടിച്ചു കയറി ആൾക്കാരങ്ങ് റേഡിയോ ഏഷ്യയ്ക്ക്. അപ്പം ഞങ്ങൾ വിചാരിക്കും, ദൈവമേ, എന്താണ് ഈ മനുഷ്യർ ഞങ്ങളോട് ഇത്രയും സ്നേഹം കാണിക്കുന്നത്. അത്രയ്ക്ക് അവിടെ ഉള്ള വ്യാപാരികൾക്കെല്ലാം ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു ഷോ വന്നു, ഇനിയിപ്പോൾ ഒരാൾ വരില്ല, ഇനി ഇവരുടെ പ്രോഗ്രാം തുടങ്ങിയാൽ ഒരാൾ തിരിഞ്ഞു നോക്കില്ല, അത്രയ്ക്ക് ആരാധകർ അവിടെ വന്നുകൂടും. ഒന്നും മാത്രമല്ല എന്ന് വെച്ചാൽ നമ്മളെ ഓരോ പ്രസൻറ്റേഴ്സും, എന്നെ മാത്രം പറയുന്നല്ല, അവിടുത്തെ ഓരോ നിസാർ സെയ്ദ് ആയിരുന്നാലും സണ്ണി ബെർണാഡ് ആയിരുന്നാലും ചന്തു ജഗന്നാഥൻ, ജയലക്ഷ്മി, ആശ ശരത്, അങ്ങനെ തുടങ്ങി ദീപ, ഹിഷാം അബ്ദുൾ സലാം, അങ്ങനെ പ്രഗത്ഭരായ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. സലിൻ മാങ്കുഴി, സതികുമാർ, ഒരുപാട് പേര്, പലരുടെ പേര് ഞാൻ വിട്ടുപോകുന്നു. ശശികുമാർ, രാജീവ് ചെറായി, രാജീവ് കോടമ്പള്ളി, ഇവരെല്ലാം റേഡിയോ ഏഷ്യ വഴി വന്നവരാണ്. അപ്പോൾ ഇവരെല്ലാം അനുഭവിച്ച ഒരു സന്തോഷമാണിത്. ഞാൻ മാത്രം അല്ലാന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. എല്ലാ പേരോടും അത്രയും ഒരു അടുപ്പം ഉണ്ടായിരുന്നു. പക്ഷെ അത്രത്തോളം അടുപ്പം ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് സംശയം ഉണ്ട്. അതെ, അല്ല, കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ റേഡിയോ ഏഷ്യ കാലം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇപ്പൊ അവിടെ AM ഒക്കെ ഒരു കാലം കഴിഞ്ഞ് പിന്നെ FM സ്റ്റേഷനുകൾ വന്നപ്പോഴത്തേന് കുറച്ചുകൂടെ ജനകീയമായി FM സ്റ്റേഷനുകൾ വന്നു തുടങ്ങി. അവർ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്, കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആണ്. അപ്പം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ AM സ്റ്റേഷനിൽ നിന്ന് ആൾക്കാർ മാറി FM സ്റ്റേഷനുകളിലോട്ടൊക്കെ ഗൾഫിൽ മാറി തുടങ്ങി. പിന്നെ ഇപ്പൊ ചാനലുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ കുറെ ആക്റ്റീവായി. അപ്പൊ സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലേ ശരിക്കും പറയാൻ? സോഷ്യൽ മീഡിയയിൽ ഉണ്ട്, പക്ഷെ അങ്ങനെ വലിയ സജീവമായിട്ടില്ലാന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും ഞാൻ എന്തെങ്കിലും കൂടുതൽ ഞാൻ ഇടുന്ന പഴയ ഓർമ്മകൾ, ഫോട്ടോ, അതൊക്കെ ആയിരിക്കാം. അതിനൊക്കെ നമ്മുടെ ശ്രോതാക്കൾ പ്രതികരിക്കും. കുറച്ച് പേരൊക്കെ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ഉണ്ട് ലിസണേഴ്സ്. പിന്നെ റേഡിയോ ഷോയുടെ പ്രോഗ്രാമുകളുടെ ഒരു പ്രത്യേകത കൂടി ഒരു പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കാരണം നമ്മളെ എന്തുകൊണ്ട് ആൾക്കാർ നെഞ്ചേറ്റുന്നു, ആ പരിപാടികളുടെ പ്രത്യേകത കൂടിയുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഓരോ അവതാരകരും അത് അഭിനയിക്കുകയല്ല ചെയ്യുന്നത്, അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അത് ശ്രോതാക്കൾക്ക് നന്നായിട്ട് മനസ്സിലാകും. അത് ഞങ്ങളാണ് റേഡിയോ ഏഷ്യയാണ് ആദ്യമായിട്ട് ഡെയിലി സീരിയൽ റേഡിയോയിൽ തുടങ്ങിയത് അവിടെ വെച്ച്. അപ്പോൾ ആ ഡെയിലി സീരിയൽ കേൾക്കാൻ കാത്തിരുന്ന് ആ സമയത്ത് ബ്രേക്ക് എടുത്ത് വന്ന് അത് കേൾക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്തിട്ട് മറ്റു സുഹൃത്തുക്കൾക്ക് കേൾക്കാൻ മാറ്റിവെക്കുന്നതും, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ സീരിയൽ സ്ഥിരമായി കേൾക്കുന്നുണ്ട്. അതിൽ ഓരോ കഥാപാത്രവും ഇന്നും ഓരോ ഓർത്തു വയ്ക്കുന്നുണ്ട്. പലരും എന്നോട് പറയും, സാധാരണയായിട്ട് നാടകത്തിൽ കൂടുതൽ ഞാൻ ചെയ്തിട്ടുള്ളത് അമ്മ ക്യാരക്ടറുകൾ. ആ അമ്മയെ ഇന്നും ഓർക്കുന്നവർ ഇഷ്ടം പോലെ അവിടെയുണ്ട്. അവർ റെക്കോർഡ് ചെയ്തത് എനിക്ക് അയച്ചു തരാറുണ്ട്. അതിന്റെ ബിറ്റൊക്കെ ചെറുതായിട്ട് വോയിസൊക്കെ, പഴയ വോയിസൊക്കെ ഞാൻ കേൾക്കുമ്പോൾ ഇതൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്ന് ഞാൻ ചിന്തിക്കും. പക്ഷെ അവരൊന്നും മറക്കാതെ അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ തലമുറ അല്ല ഞാൻ പറയുന്നത്. ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു 97 മുതൽ 2014 വരെയുള്ള കാലഘട്ടമായി എനിക്കറിയാവും. ആ ഒരു കാലഘട്ടത്തിലെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അത് ഒരു ന്യൂസ് ആയിരുന്നാലും ശരി, ഒരു നാടകമായാലും ശരി, ഒരു സംഗീത പരിപാടി ആയിരുന്നാലും ശരി, അതിനോടൊക്കെ ആൾക്കാർ കാണിക്കുന്ന ഒരു ആഭിമുഖ്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ നാട്ടിലെ റേഡിയോ അവതാരകർക്കോ അല്ലെങ്കിൽ ലിസണേഴ്സിനോ ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല. അത്രത്തോളം ആത്മാർത്ഥമായിട്ട് അത് അനുഭവിച്ചാലേ അറിയാം. എനിക്കത് പറഞ്ഞ് അവതരിപ്പിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. അതായിരുന്നു അവരുടെ സ്നേഹം എന്ന് പറയുന്നത്. അതായത് ഒരു നാടകത്തിൽ ഒരു കുട്ടിക്ക് ചിലങ്ക വേണം എന്ന് പറഞ്ഞ് കുഞ്ഞു കരയുന്നു. നാടകത്തിലൊരു ക്യാരക്ടറാണ്. അപ്പോൾ അമ്മ പറയാം, അതിപ്പോൾ എനിക്ക് പറ്റില്ല, ഞാൻ വാങ്ങിച്ചു തരാം പിന്നെ എന്ന് പറഞ്ഞിട്ടാണ് ആ എപ്പിസോഡ് അവിടെ അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡ് അടുത്ത ആഴ്ചയാണ്. അത് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ റേഡിയോയിൽ ഒരു ചിലങ്ക
പാഴ്സലായി വന്നു, ആ കുഞ്ഞിന് കൊടുക്കണം. അപ്പൊ എന്തുമാത്രം ആൾക്കാർ ആളുകൾ, ഡീപ്പായിട്ട് അതിനകത്ത് ഇമോഷണൽ അറ്റാച്ച്ഡ് ആയി അതെ കഴിഞ്ഞു. അതെ അതെ, എത്രത്തോളം ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് അവർക്കുള്ളത് റേഡിയോ ആയിട്ടുള്ളത്. അതും ഞങ്ങൾക്കൊക്കെ ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു അത്. എവിടെ പോയാലും സാധാരണ പല സമയങ്ങളിലും ഞങ്ങൾക്കൊന്നും ചില സന്ദർഭങ്ങളിൽ നമ്മളെ ആരാണ് നമ്മളൊന്ന് പറയാൻ പറ്റാത്ത അവസരങ്ങൾ വരെ വന്നിട്ടുണ്ട്. പറയാൻ പറ്റില്ല, ആ സന്ദർഭങ്ങളിൽ വരെ ഞങ്ങൾ വീർപ്പുമുട്ടി നിന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ത് പറഞ്ഞാലും അവർ പിടിക്കും. നമുക്കൊരു അക്ഷരം പറഞ്ഞാൽ അവർ പറയാം ഇത് ഇന്നയാളല്ലേ എന്ന്. എനിക്കൊന്ന് സമ്മാനങ്ങൾ കൊണ്ട് അവര് വീർപ്പ് മുട്ടിക്കുകയൊക്കെ ചെയ്യല്ലേ? തീർച്ചയായിട്ടും ആ സന്തോഷമൊക്കെ അങ്ങനെയും പ്രകടിപ്പിക്കുന്നവരുണ്ട്. ഗിഫ്റ്റ് കൊണ്ട് തരുന്നവരുണ്ട്, ഗിഫ്റ്റ് അയച്ചു തരുന്നവരുണ്ട്. ഒരിക്കൽ ഒരു പ്രോഗ്രാമിൽ ഞാൻ കുട്ടികളുടെ പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുഞ്ഞുങ്ങളോട് സംസാരിച്ച കൂട്ടത്തിൽ ഒരു കുഞ്ഞ് എന്നോട് പറഞ്ഞു ഞാൻ കോഴിക്കോടാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ കോഴിക്കോട്, ഹലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോളെ എന്ന് പറഞ്ഞു. ആണോ ആൻറ്റി എന്നൊക്കെ ചോദിച്ചു. കുറച്ച് അതങ്ങ് കഴിഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പാഴ്സൽ വന്നു. എനിക്ക് കോഴിക്കോടിൽ ഹലുവയുടെ വലിയൊരു വെറൈറ്റി തന്നെ പാഴ്സലായിട്ട് എനിക്ക് റേഡിയോ ഏഷ്യയിലേക്ക് അയച്ചു തന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതാണ്, എനിക്കിഷ്ടമാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ അതെനിക്ക് അടുത്ത പ്രാവശ്യം അവർ നാട്ടിൽ പോയി വന്നപ്പോൾ എനിക്ക് കൊണ്ടു തന്നതും, അതുപോലെ തന്നെ എന്തൊക്കെ കൊണ്ടു തന്നാലും അവർക്ക് മതിയാവില്ല. നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടുന്നല്ല, അവർ ഇങ്ങോട്ട് കൊണ്ട്. നാട്ടിലൊക്കെ വരുമ്പോൾ വലിയ പെട്ടിയായിട്ട് വരേണ്ടി വരുമല്ലേ അവിടെ കിട്ടുന്ന ഗിഫ്റ്റുകളുടെ? അതെ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നേരത്തെ ചോദിച്ചൊരു ചോദ്യം, നമ്മൾ ഈ ചടങ്ങുകൾക്ക് പോകുന്നത്, പരിപാടികൾക്കൊക്കെ പോകുന്നത്, ആ സന്ദർഭങ്ങളിൽ നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ അവിടെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. ഒരു സ്റ്റേജ് ഷോ നടക്കുകയാണ്, ഒരു മാജിക്കാണ് നടക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും ഇരിപ്പുണ്ട്. ഞങ്ങൾ ആ പരിപാടിയുടെ ഒഫീഷ്യൽ റേഡിയോ ആയിരുന്നു, റേഡിയോ ഏഷ്യ. അപ്പോൾ അതിൻ്റെ പ്രതിനിധിയായി ഞങ്ങൾ 1-2 പേര് അവിടെ ഉണ്ടായിരുന്നു. അത് ആ സംഘാടകർക്ക് അറിയാം. അപ്പോൾ അവിടെ നിന്ന് മജീഷ്യൻ എന്തൊരു ഇത് പൂട്ടിയോ എന്ന് നോക്കണമെങ്കിൽ ഈ ആൾക്കാർക്ക് അറിയുന്ന, ഇവിടെ ഇരുന്ന ഈ കാണാൻ വന്നിരിക്കുന്നവർക്ക് പൊതുവെ അറിയപ്പെടുന്ന ഒരു വ്യക്തി വന്നത് ഉറപ്പിക്കണം. ഇത് ശരി പൂട്ടിയിട്ടുള്ളത്. അത് ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഫ്രണ്ട് ഇരിപ്പുണ്ട്, പക്ഷേ ബാക്കിൽ നിന്നൊരു ആൾ വിളിച്ചു പറഞ്ഞു റേഡിയോ ഏഷ്യയുടെ ഗായത്രി ഇവിടെ ഉണ്ട്, ഗായത്രി കയറിയാൽ മതി എന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇരിക്കുന്നത് എങ്ങനെ? ഞാൻ മിണ്ടാതെ അവിടെ ഇരിക്കുമായിരുന്നു. ആരും അറിഞ്ഞില്ല, ആരും അറിയില്ല, എന്നെ തിരിച്ചറിയില്ലല്ലോ, ഞാൻ ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നാണ്. പക്ഷെ ആരോ എന്നെ തിരിച്ചറിഞ്ഞിട്ട് അവർ വിളിച്ചു പറഞ്ഞു. അപ്പോൾ പിന്നെ കൂട്ടവിളിയായി. ഞാൻ പറഞ്ഞു ഞാനില്ല, വേറെ ആരെങ്കിലും വിളിക്കുമ്പോൾ ഇല്ല, ഗായത്രി തന്നെ കയറണം, കാരണം അവർക്കൊന്ന് കാണണം ഗായത്രി ആരാണ് എന്നുള്ളത്. ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ. അങ്ങനെ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നെ സ്റ്റേജിൽ കയറ്റി, ഞാനത് കണ്ടു, അത് ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ അറിയാതെ തന്നെ എന്നെ തിരിച്ചറിയുന്ന സന്ദർഭങ്ങൾ, അങ്ങനെ ഒരുപാട് നല്ല സന്ദർഭങ്ങൾ. അതുപോലെ തന്നെ ഒരുപാട് സങ്കടം ഉണ്ടാകുന്ന മോശാനുഭവം, അങ്ങനെ വിഷമപ്പെടുത്തുന്ന അനുഭവങ്ങൾ, നമ്മളെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരുപാട്, എന്ത് പറയണം എന്നറിഞ്ഞുകൂടാതായി പോകുന്ന ചില അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു അമ്മ സ്ഥിരമായി ദോഹ ഖത്തറി എന്ന് വിളിക്കുമായിരുന്നു. തങ്കമ്മ എന്നാണ് അമ്മയുടെ പേര്. അമ്മ അവിടെ ഒരു അറബി വീട്ടിൽ ജോലി ചെയ്യുകയാണ്. പക്ഷെ നല്ല കുടുംബം. അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ജോലിക്കാരിയായിട്ടല്ല അവർ കരുതുന്നത്, അവരൊരു കുടുംബ അംഗത്തെ പോലെയാണ്. പക്ഷെ അമ്മയ്ക്ക് ഇടയ്ക്ക് മലയാളം, അതൊരു അറബി ഫാമിലിയാണ്, അവരോട് വളരെ സ്നേഹത്തോടെ കുഞ്ഞുങ്ങളെ കുട്ടിയിൽ മുതലേ നോക്കി വരുന്ന ഒരു അമ്മയാണ്. പക്ഷെ അവർക്ക് റേഡിയോ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് അതിലൂടെയാണ് അവർ നാട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ നാട്ടിൽ മോനുണ്ട്, സുഖമില്ലാത്തൊരു, ഭർത്താവിന് സുഖമില്ല, അദ്ദേഹം നാട്ടിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം അമ്മയ്ക്കുണ്ട്. ആ വിഷമം നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് അമ്മ ഇടയ്ക്ക് വിളിക്കും പരിപാടിയിൽ. അപ്പോൾ വിളിച്ചിട്ട് അമ്മയുടെ സങ്കടം പറഞ്ഞിട്ട് അമ്മ അങ്ങ് പൊട്ടിക്കരയും. എപ്പോഴും ഉള്ളതാണ്. അപ്പം സ്ഥിരമായി തങ്കമ്മ എന്ന് കേൾക്കുമ്പോഴേ ഞാൻ പറയും ഇപ്പോൾ കരച്ചിൽ കേൾക്കാൻ പറ്റുമെന്ന്. അത് സ്ഥിരമാണ്. ഞാൻ പലപ്പോഴും കോൾ എടുക്കുന്നതിന് മുമ്പ് അമ്മയോട് പറയും അമ്മ കരയരുത്. എന്നുവെച്ചാൽ എനിക്ക് ഈ സങ്കടം കണ്ടു കഴിഞ്ഞാൽ ഞാനും കരയും. അതെൻ്റെ ഒരു പ്രത്യേകത. അമ്മ കരയരുത്, ഞാൻ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്ക് ചിലപ്പോൾ പറ്റിയെന്നിരിക്കില്ല എന്ന് പറയും. പക്ഷെ എന്നാലും അമ്മ വരുമ്പോൾ കരയും. കരഞ്ഞ് കാര്യങ്ങളിങ്ങനെ നാട്ടിലത്തെ വിശേഷങ്ങൾ, വേറെ അവർക്ക് ജോലിയിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ മകൻ നാട്ടിലാണ്, സുഖമില്ലാത്ത ഭർത്താവ് നാട്ടിലാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവർ പറയും. അതുപോലെ തന്നെ ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു കുട്ടി ഒരിക്കൽ ഞങ്ങൾക്ക് കവിത ഒക്കെ ശ്രോതാക്കൾ അയച്ചു തരുന്നു. അങ്ങനെ നമ്മൾ അവതരിപ്പിക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു കഥ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഗായത്രി കഥ വായിക്കണം. വെട്ടൂർജി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഗായത്രി കഥ വായിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വായിക്കാം. അപ്പോൾ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിന് വല്ലാതെ ഇഷ്ടപ്പെട്ടൊരു കഥയായിരുന്നു അത്. ബിന്ദു എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ആ കഥ എഴുതിയത്. ഞാൻ ആ കഥ വായിച്ചു കഴിഞ്ഞ് അത് എയർ ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കോള് വന്നു. ബിന്ദു ആണ് വിളിച്ചത്.
2 ദിവസമല്ല, ആ കഥ ഏറിയത് അന്ന് തന്നെ. കഥ പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു. ബിന്ദുവാണ്. ഞാൻ പറഞ്ഞു ഹലോ ബിന്ദു, നല്ല ശബ്ദം, ബിന്ദുവിൻ്റെ ശബ്ദം എന്നെക്കാട്ടിലും നല്ല സ്വീറ്റ് ശബ്ദം. അപ്പോൾ ഞാൻ പറഞ്ഞു ഗായത്രി ഇപ്പോൾ വാങ്ങിച്ചത് എൻ്റെ കഥയാണ്, ഞാൻ എങ്ങനെയാണോ കഥയ്ക്ക് എന്ത് വികാരം കൊടുത്തു ഞാൻ എഴുതിയത് അതിനെക്കാട്ടിലൊക്കെ അതിനപ്പുറത്തേക്ക്, ഞാൻ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് എനിക്ക് ഗായത്രി തന്നു. അതെനിക്ക് വളരെ സന്തോഷം. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു, ബിന്ദു എന്ത് നല്ല ശബ്ദമാണ് ഈ ശബ്ദം കേൾക്കാനായിട്ട്, എന്നെക്കാട്ടിലും നല്ല ശബ്ദം, ബിന്ദുവിന് തന്നെ ഈ കഥ വായിച്ചുകൂടായിരുന്നു. അങ്ങനെയും ചെയ്യാറുണ്ട്, ശ്രോതാക്കളെ തന്നെ അവതരിപ്പിക്കാം. വായിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി അതിന് ഒരു ഇത്, കാരണം എഴുതുന്ന ആൾ തന്നെ വായിക്കുമ്പോൾ ആ വികാരം. അപ്പോൾ ബിന്ദു പറഞ്ഞു എനിക്ക് കാഴ്ചയില്ല എന്ന് പറഞ്ഞു, എനിക്ക് കാഴ്ചയില്ല, അതാണ് ഞാൻ വരാത്തത്. പറഞ്ഞിട്ട് എഴുതി കൊടുത്താണ് സുഹൃത്ത്. ഇവർ പറഞ്ഞു കൊടുത്തു, ബിന്ദു പറഞ്ഞു കൊടുത്തു, എഴുതിയിട്ട് റേഡിയോയിലേക്ക് അയച്ചതാണ്. പിന്നെ എനിക്ക് എന്ത് പറയണം എന്ന് അറിയാതായിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എന്നിട്ട് ബിന്ദു പറഞ്ഞു ഒന്നും കുഴപ്പമില്ല, പക്ഷേ ഞാനിപ്പോൾ ഗായത്രി ഇപ്പോൾ വായിച്ച് കേട്ടപ്പോൾ എനിക്ക് ഞാൻ വായിക്കുന്നതിനെക്കാട്ടിയും ഞാൻ വായിക്കാതിരുന്നത് നന്നായി, ഗായത്രി ആ കഥയ്ക്ക് ഇത്രയും നല്ലൊരു ഇത് കൊടുത്തല്ലോ എന്ന് പറയുന്ന, അതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് അവാർഡ്. വേറെ ഒരു അവാർഡ് നമുക്ക് കിട്ടണ്ട, നമ്മളൊരു ഇൻ്റർവ്യൂവിനും പോയിരിക്കേണ്ട. പക്ഷേ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ അവാർഡുകൾ എന്ന് പറയുന്നത്. ഞാൻ അവാർഡുകളായി കരുതുന്നത് ഇതൊക്കെ തന്നെയാണ്. കൂടുതൽ എൻ്റെ റേഡിയോ എക്സ്പീരിയൻസ് മുഴുവൻ റേഡിയോ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും അടുത്ത ആ ഒരു വികാരം തന്നെ. ഇപ്പൊ നാട്ടിൽ വന്നിട്ട് 10 വർഷത്തോളം ആവുന്നു. നാട്ടിലിപ്പം ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. നാട്ടിലിപ്പോ എന്താണ് പരിപാടി? നാട്ടിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്, ഞാൻ ആകാശവാണിയിൽ, ഞാൻ 97 ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പ് ഓഡിഷൻ ആയിരുന്നു. അന്നത്തെ ഓഡിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദം പരിശോധിക്കും, നല്ലതാണ്, അക്ഷരശുദ്ധിയുണ്ട്, ശരി, എന്നാൽ നമ്മളെ സെലക്ട് ചെയ്യും. അതാണ് അതിന്റെ ഒരു വളരെ സ്ട്രിക്റ്റ് ആണ്. തരുന്ന വാക്കുകളൊക്കെ അങ്ങനെ നോക്കി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് കിട്ടുക. അത് വലിയ ബുദ്ധിമുട്ടുമാണ് കിട്ടാനായിട്ട്, അങ്ങനെ എങ്ങനെയൊന്നും കിട്ടില്ല. അപ്പോൾ തിരിച്ച് ഞാൻ ഈ 20 വർഷത്തിന് ശേഷം തിരിച്ച് ഞാൻ ഇവിടെ വരുമ്പോൾ ആകാശവാണിയിൽ തന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യം മുഴുവൻ. ആകാശവാണി തന്നെയായിരുന്നു. ഇനി നാട്ടിൽ പോയാലും അവിടെ പോയി, എന്തായാലും സ്ഥിരമായൊരു ജോലിയല്ല, വല്ലപ്പോഴും ഒരിക്കലെങ്കിലും ആകാശവാണി സ്റ്റുഡിയോയ്ക്കകത്ത്. കാരണം ഞാൻ ലീവിന് ഗൾഫിലായിരുന്ന സമയത്ത് ലീവിൽ വരുമ്പോഴൊക്കെ ഞാൻ ആകാശവാണി പോയി ഒന്ന് അവിടെ ഒരു അറ്റൻഡൻസ് വെച്ചിട്ട് തിരിച്ച് ഞാൻ ഗൾഫിൽ പോകും. അതിൻ്റെ ഊർജ്ജം മുഴുവൻ ആകാശവാണിയിലെ ആ ഒരു സ്നേഹവും ആ അറ്റ്മോസ്ഫിയറും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗന്ധവും അതിൻ്റെ എല്ലാം ഊർജ്ജം എടുത്തുകൊണ്ടാണ് ഞാൻ തിരിച്ച് ഗൾഫിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോഴും എനിക്ക് അവിടെ ഒരു ആശ്രയമായിരുന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഇവിടുത്തെ ഓഡിഷൻ്റെ രീതിയൊക്കെ മാറി. ഇവിടെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പഴയ ഓഡിഷൻ്റെ ഇതൊക്കെ മാറ്റിയിട്ട് പുതിയ ഓഡിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഡിഷൻ വിളിക്കുമ്പോൾ അപ്ലൈ ചെയ്യണം, നമ്മളെ ഒരു പരീക്ഷയുണ്ട്, പരീക്ഷ എഴുതി പാസ്സാവണം. അത് കഴിഞ്ഞ് നമുക്ക് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഈ ഓഡിഷൻ പോലെ തന്നെ, അല്ലാതെ തന്നെ ചോദ്യം ചോദിക്കും. അതും കഴിഞ്ഞ് ഞങ്ങൾക്കൊരു വാണി കോഴ്സ് എന്ന് പറഞ്ഞ് 1 ആഴ്ചത്തെ കോഴ്സ് ഉണ്ട്, അതും അറ്റൻഡ് ചെയ്യണം. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തു, അടുത്ത ഓഡിഷൻ എപ്പോൾ വിളിക്കുന്നു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് ഓഡിഷൻ വന്നു, ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ എനിക്ക് അവിടെ സെലക്ഷൻ കിട്ടി. ഇപ്പം ഞാൻ അവിടെ ആകാശവാണി അനന്തപുരി FM കാഷ്വൽ അനൗൺസറായിട്ട്. അതായത് ആകാശവാണി FM മാത്രമേ ഉള്ളൂ? FM AM എല്ലാം ഒരേ പരിപാടികൾ തന്നെ. പക്ഷെ FM ഉണ്ട് AM ഉണ്ട്, രണ്ടും ഉണ്ട്. പക്ഷെ പരിപാടികളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. പണ്ട് FM AM സെപ്പറേറ്റ് പരിപാടികളായിരുന്നു. ഇപ്പോൾ ഒരുവിധം എല്ലാം സെയിം പരിപാടികളാണ്. ഇപ്പം ഞാൻ അവിടെ രണ്ടിലും ചെയ്യും. പിന്നെ ഇടയ്ക്ക് വെച്ച് വേറെ ഒരു പ്രവാസി, അത് ഞാൻ ഈ ഓഡിഷൻ കഴിയുന്നത് വരെയുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ സമയത്ത് എന്ത് ചെയ്യുന്നു പറഞ്ഞിരുന്നപ്പോഴാണ് ചന്ദ്രസേന സാർ എന്ന് പറയുന്നത് ആകാശവാണിയിലെ പ്രോഗ്രാം അനൗൺസറാണ്, എൻ്റെ ഗുരുനാഥൻ കൂടിയാണ്. കാരണം ഞാൻ ഓഡിഷൻ കഴിഞ്ഞ് ആകാശവാണി ചെന്നപ്പോൾ എനിക്കെല്ലാം പറഞ്ഞു തന്നത് സാറായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ചന്ദ്രസേൻ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ എല്ലാവർക്കും അറിയാമായിരിക്കും, അദ്ദേഹത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത് ഇത്രയും നല്ലൊരു ശബ്ദം ഞാൻ അങ്ങനെ അധികം ആർക്കും കേട്ടിട്ടില്ലാത്തൊരു ശബ്ദമാണ്. അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ശക്തി നമ്മുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറുന്ന ശബ്ദമാണ്. അപ്പൊ അദ്ദേഹമാണ് എനിക്ക് ട്രെയിനിങ് തന്നത് ആകാശവാണിയിൽ ഞാൻ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ. അതുപോലെ തന്നെ മറ്റൊരു ബന്ധം കൂടി സാറുമായിട്ട് എനിക്കുണ്ട്. അതായത് സാറ് എപ്പോഴും പറയും, സാറ് ആകാശവാണിയിൽ ജോയിൻ ചെയ്ത സമയത്ത് സാറിൻ്റെ ശബ്ദം ആദ്യമായിട്ട് ഏറിപ്പോകുന്ന ആ ദിവസം സാർ ഇരിക്കുകയാണ് മിഷന്റെ മുമ്പിൽ. സാറിന് ട്രെയിനിങ് കൊടുത്തത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ ഫെയ്ഡർ ഉയർത്തി കൊടുത്തിട്ടാണ് സാറ് ആദ്യത്തെ അനൗൺസ്മെന്റ് പറഞ്ഞു. സാർ ഇപ്പോഴും പറയും, എനിക്കത് വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. അപ്പോൾ സാറ് പറയും എൻ്റെ ഗുരുനാഥനാണ് ഗായത്രിയുടെ അച്ഛൻ, ഞാൻ പറയും എൻ്റെ ഗുരുവാണ് ചന്ദ്രസേൻ സാർ. അങ്ങനെ അപ്പോൾ സാറ് ഞാൻ തിരിച്ചു വരുമ്പോൾ സാറ് പ്രവാസി ഭാരതി എന്ന് പറഞ്ഞാൽ ഗൾഫിൽ തന്നെ ഈ റേഡിയോ ഉണ്ട്. അപ്പോൾ തിരിച്ച് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സാർ എന്നോട് പറഞ്ഞു, ഗായത്രി വല്ലപ്പോഴും ഒരിക്കൽ വന്ന് പ്രോഗ്രാം ചെയ്യാമോ, പ്രവാസി ഭാരതി റേഡിയോ.
അത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് പൂജപ്പുര തമലത്താണ് വന്ന് ചെയ്യാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അവിടെ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വീണ്ടും എനിക്ക് ഗൾഫായിട്ടൊരു, ഇവിടെ ഇരുന്നാണ് ചെയ്യുന്നതെങ്കിലും ഗൾഫിലെ ഒരു കണക്ഷൻ അങ്ങനെ വന്നു. അങ്ങനെ കുറേ നാൾ ഞാൻ പ്രവാസി ഭാരതിയിലും വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഈ ഇടക്കാലത്താണ് ഞാൻ പിന്നെ അവിടെ നിന്ന് മാറിയത്. പക്ഷെ എന്നാലും സാറുമായിട്ടുള്ള ആ ഒരു ബന്ധം എപ്പോഴും തുടരുകയാണ്. ഫാമിലിയെ കുറിച്ച്? ഫാമിലി, എന്റെ ഭർത്താവ് വിനോദ് കുമാർ, അദ്ദേഹം റേഡിയേഷനിലുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ തന്നെ പുള്ളി അവിടെ, ഞങ്ങൾക്ക് ഹിന്ദിയും മലയാളവും സെക്ഷനുണ്ട്, ഹിന്ദി സെക്ഷനിൽ സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം. അത് കഴിഞ്ഞ് ഞാൻ ചെന്നൊരു ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു. കല്യാണമൊക്കെ അവിടെ വെച്ചായിരുന്നു, ഗൾഫിൽ വെച്ചായിരുന്നു. പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. അത് കഴിഞ്ഞ് ഒരു കുറച്ച് നാളിന് ശേഷമാണ് മോൻ ജനിച്ചത്. മോന്റെ പേര് സായി കൃഷ്ണ. അവനിപ്പോ ഡിഗ്രി കഴിഞ്ഞിപ്പോ ജോലി ചെയ്യുന്നു. വലിയ കുട്ടിയൊക്കെയായി. അതെ അതെ. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഒരു കാലം. അച്ഛനാണ് എപ്പോഴും ഹീറോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അച്ഛനെ എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത്, അച്ഛന്റെ ആ റിട്ടയർമെന്റിന് ശേഷമുള്ള സമയത്തൊക്കെ സിനിമകളിലൊക്കെ കൂടുതൽ സജീവമായിരുന്നല്ലേ? കുറെ സിനിമകളിൽ രാജസേനന്റെയും അതുപോലെ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകളിലൊക്കെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കൊക്കെ അത് സുപരിചിതമായ ഒരു മുഖമായിരിക്കും. അതെ, സോമശേഖരൻ നായരനാണ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു പേര്. അദ്ദേഹം ആകാശവാണിയിൽ പ്രോഗ്രാം അനൗൺസ്, അനിയൻ ബാവ ചേട്ടൻ ബാവയിലൊക്കെ ജയറാമിന്റെ അപ്പൂപ്പനായിട്ടൊക്കെ. അച്ഛന് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു ഈ സിനിമ. പഴയകാല സിനിമകളിൽ അച്ഛൻ ഡബ് ചെയ്തിട്ടുണ്ട് അച്ഛൻ. പക്ഷെ ആകാശവാണി ജോലി ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അങ്ങനെ ത്രൂ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല, പ്രത്യേക അനുവാദം വാങ്ങിച്ചിട്ടൊക്കെ വേണം. അപ്പം അന്ന് അച്ഛന്റെ കൂടെ, അച്ഛന്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവരാണ് പത്മരാജൻ സാറ്, അതുപോലെ തന്നെ വേണുനാഗവള്ളി, പിന്നെ അങ്ങനെ സിനിമാ ലോകത്തെ കുറെ പേര് അവിടുന്ന് തന്നെ ഉള്ളവരുണ്ട്. ആകാശവാണി ഞാൻ ചെല്ലുമ്പോഴൊക്കെ, അച്ഛൻ അവിടെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഇവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. MG രാധാകൃഷ്ണൻ സാറ്, S രമേശൻ നായർ, ഇവരൊക്കെ ഉള്ള സമയത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഇത്രയും നല്ല ആൾക്കാരുടെ കാണാനും അവരുടെ അനൗൺസ്മെന്റ് കേൾക്കാനും. അങ്ങനെ ഈ പേരൊന്നും അല്ല കേട്ടോ, ഇനി ഒരുപാട് രാമൻകുട്ടി നായർ, അതുപോലെ TN ഗോപിനാഥൻ നായർ, NK ആചാരി, ജഗതി ശ്രീകുമാറിന്റെ അച്ഛൻ, ഇവരൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിലാണ് എന്റെ അച്ഛൻ അവിടെ വർക്ക് ചെയ്തിരുന്നത്. അതായത് ഒരു സുവർണ്ണ കാലഘട്ടം, ആകാശവാണിയുടെ സുവർണ്ണ കാലഘട്ടത്തിലാണ് എന്റെ അച്ഛൻ അവിടെ. ഇപ്പൊ ഡബിംഗ് പരിപാടികളൊക്കെ സീരിയലുകളൊക്കെ അങ്ങനെ ഒരുപാടൊന്നും ഇല്ല, കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഗ്യാപ്പുകളിലൊക്കെ പോവാറുണ്ട്. സുന്ദരി എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ട് സൂര്യല്ല, അതിലൊരു ക്യാരക്ടറിന് ഞാൻ ശബ്ദം കൊടുക്കുന്നത്. ചെറുതായിട്ടൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ, സ്ഥിരമായിട്ട് ചെയ്യുന്നത്. നന്നായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, അതായത് ഈ ഇത്രയും കാലത്തിന് ശേഷം പ്രവാസികൾ ഓർത്ത് വെച്ച് അവര് ആവശ്യപ്പെടുന്ന ഇങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് കാണണം, ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നു പറഞ്ഞ് ആ പ്രവാസികളോട് അല്ലെങ്കിൽ ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്നവര്, ഇപ്പൊ നാട്ടിലുള്ളവര്, അവരോട് എന്താണ് പറയാനുള്ളതെന്ന് പറ. എനിക്ക് അവരോട് പറയാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല. അത്രയ്ക്കൊരു സന്തോഷമുണ്ട്. കാരണം ആദ്യം സന്ദീപ് എന്നോട് പറഞ്ഞു, ഇങ്ങനൊരു ആവശ്യം വന്നിട്ടുണ്ട്, നമുക്കൊരു ഇൻ്റർവ്യൂ തരുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്നെയൊക്കെ ഇങ്ങനെ ചോദിക്കാൻ ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഉണ്ട്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടു. ഗായത്രി എന്ന് പറഞ്ഞൊരു ഗൾഫിൽ റേഡിയോ ഏഷ്യയിൽ വർക്ക് ചെയ്തിരുന്ന ഗായത്രിയെ ഒന്ന് ഈ ഇൻ്റർവ്യൂവിൽ കൊണ്ടുവരാമെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ ഉണ്ടോ എന്ന് ഞാനിങ്ങനെ 100 പ്രാവശ്യം ആ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തു വെച്ച് നോക്കുകയാണ്. കമൻസ് ഒക്കെ ഞാൻ നോക്കുകയാണ്, എവിടെയാണ് എന്നെ ചോദിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ നോക്കുക കൂടി ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്നിട്ടും വിശ്വാസം വരാതെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ആ ഇൻ്റർവ്യൂ കഴിയാറായിരിക്കുന്നു. എനിക്ക് നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും എന്നെ ഓർക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അംഗീകാരമായി ഞാൻ കരുതുകയാണ്. ശരിക്കും ഈ ഒരു സമയത്തിൽ റേഡിയോ ഏഷ്യയിൽ ദുബായിൽ വന്ന് വർക്ക് ചെയ്യാൻ കഴിഞ്ഞ ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായ വിലപിടിപ്പുള്ള വർഷങ്ങളായി ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് അതിന് കാരണക്കാർ എൻ്റെ പ്രിയ ശ്രോതാക്കളാണ്, പ്രവാസി ശ്രോതാക്കളാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. കാരണം പ്രവാസികൾ അല്ലെങ്കിൽ നമ്മളെ കേൾക്കാൻ ആളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ആകാൻ പറ്റൂ. കേൾക്കുക മാത്രമല്ല, നമ്മളെ അംഗീകരിക്കുകയോടെ ചെയ്യുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. അപ്പം ആ അംഗീകാരം കിട്ടിയ ഒരു വ്യക്തിത്വമാണ്. ഒരുപാട് ആൾക്കാരുടെ സ്നേഹമുണ്ട്, എപ്പോഴും ഉണ്ട്. ഇപ്പോഴും പല ശ്രോതാക്കളിലേക്കും ശബ്ദമായി എത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഡബിങ്ങുകളിലൂടെ ഈ ശബ്ദം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയുള്ള കാലഘട്ടം മുഴുവൻ എത്ര കാലഘട്ടം വരെ പോകാമോ അത്രയും കാലത്തിൽ ആ ശബ്ദം അങ്ങനെ തന്നെ മധുരകരമായി തന്നെ ഇരിക്കട്ടെ. സന്ദീപിന് ഒരുപാട് നന്ദിയുണ്ട് എന്നെ ഈ ഒരു അവസരം തന്നത്. നമ്മൾ തമ്മിൽ ഈ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല. കാരണം ഒരു നന്ദി പറയുകയാണ്. കാരണം ആ ഒരു കമന്റ് വന്നപ്പോ എന്നൊന്ന് അറിയിക്കാനും അതിനുള്ള അതെന്റെ ഉത്തരവാദിത്തമാണ്. അത് തീർച്ചയായിട്ടും സൗഹൃദം ഉണ്ട്. അതുപോലെ മാധ്യമ പ്രവർത്തകനാണ്, അതുകൊണ്ട് അത് അവിടെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. അറിയിച്ചു.
എന്റെ ക്ഷണം സ്വീകരിച്ച് ഓപ്പൺ ഹാർട്ടിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ. എനിക്കത് ഇതൊന്നും അല്ല കേട്ടോ, ഒരുപാടുണ്ട്. ഞാനങ്ങ് ഒരുപാട് പറഞ്ഞു സംശയമുണ്ട്, ഇനിയും ഉണ്ട് ഒരുപാട്. എന്തായാലും പറയാൻ വിട്ടുപോയത്, ഒരുപാട് പേരുടെ പേരുകൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും. KPK വെങ്ങേരെ പോലുള്ള ഒരുപാട് പേര് ഗുരുക്കന്മാരായിട്ടുണ്ട്. അവരുടെയൊക്കെ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, അത് മറ്റൊരു ദിവസത്തിലാകാം. എന്തായാലും എല്ലാ ഗുരുക്കന്മാരെയും ഞാൻ പേര് പറഞ്ഞവരെയും പേര് പറയാത്തവരെയും എല്ലാവരുടെ മനസ്സിൽ ഞാൻ ഓർത്തുകൊണ്ട് തന്നെ നന്ദി. താങ്ക് യു സോ മച്ച്.